തായിസ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അസ്സലാമു അലൈക്കും. ഞാൻ ഇന്നിവിടെ മീനിൻ്റെ തലക്കറി ഉണ്ടാക്കുന്നത് എങ്ങനെ കാണിക്കാനാട്ടോ വന്നത്. എനിക്കിന്ന് രാവിലെ ആങ്ങള മീനിൻ്റെ തല കൊണ്ടു തന്നു. അപ്പം ഞാൻ വിചാരിച്ചു അതുകൊണ്ട് കറി വെച്ച് നിങ്ങളൊന്ന് കാണിച്ചു തരാൻ വിചാരിച്ച് വന്നതാണ്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പം നമുക്ക് തലക്കറി ഉണ്ടാക്കാൻ തുടങ്ങാം കേട്ടോ. 1.5 കിലോ മീനിൻ്റെ തലയാണ് കേട്ടോ എടുത്തത്. പിന്നെ അതിലേക്ക് കാശ്മീരി മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കറിവേപ്പില, ഒരു 3 തക്കാളി, 3 പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഓരോ സ്പൂൺ വീതം, പിന്നെ പുളി പിഴിഞ്ഞത്, നമ്മളെ വാളംപുളി പിഴിഞ്ഞതാണ്. ഇത് കുടംപുളി വേണ്ടവർക്ക് കുടംപുളി എടുക്കാം കേട്ടോ. ഇവിടെ എല്ലാവർക്കും ഈ വാളംപുളിയാണ് ഇഷ്ടം, അതിനെക്കൊണ്ടാണ് വാളംപുളി എടുത്തത്. വെളിച്ചെണ്ണ, ഉപ്പ്, ഇത്രയും സാധനങ്ങളാണ് നമുക്കിത് ഉണ്ടാക്കാൻ വേണ്ടത്. ഈ തക്കാളി ഒന്ന് ഞാൻ മിക്സിയിൽ അരച്ചെടുത്തിട്ട് വരാം കേട്ടോ. അപ്പം നമ്മൾ തക്കാളി അരച്ചെടുത്ത് വന്നു കേട്ടോ. ഇനി നമുക്ക് ഗ്യാസ് കത്തിക്കാം, എന്നിട്ട് ചട്ടി വെച്ച് കൊടുക്കാം. ചട്ടി വെച്ചു. ഇനി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഒരു 2 സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. അപ്പോൾ എണ്ണ നല്ലോണം ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് നമുക്ക് ഉലുവ നേരത്തെ ഞാൻ പറഞ്ഞപ്പോൾ പറയാൻ വിട്ടുപോയിരുന്നു കേട്ടോ. അപ്പോൾ ഒരു ഇത്ര ഉലുവ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നു. ഉലുവ പൊട്ടി കഴിയട്ടെ. പൊട്ടി വരുന്ന സമയത്ത് ഉലുവ പൊട്ടിയുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി കേട്ടോ. ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുത്തു. പച്ചമുളക് ഇടാം. അതൊന്ന് മൂത്ത് വരട്ടെ. അപ്പം ഇത് മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഗ്യാസ് ഒന്ന് സിമ്മാക്കി കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് 2 സ്പൂണ് മുളക് പൊടി കേട്ടോ. 2 സ്പൂണ് മുളക് പൊടി, 1 സ്പൂണ് കാശ്മീരി മുളക് പൊടി, ഒരു 3/4 സ്പൂണ് മഞ്ഞൾപ്പൊടി. എന്നിട്ട് അതൊന്ന് ഇളക്കിയെടുക്കാം. പൊടികളൊക്കെ ഒന്ന് ചൂടായി വന്നതിന് ശേഷം ഇതിലേക്ക് നമുക്ക് തക്കാളി ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അരച്ച് വെച്ച നല്ലോണം ഇളക്കി യോജിപ്പിക്കുക. ഗ്യാസ് കൂട്ടി വെക്കണം കേട്ടോ. ഇനി നമ്മൾ ഗ്യാസ് കുറച്ച് വെച്ചില്ലേ മുളക് പൊടി ഇടുന്ന സമയത്ത് അത് കരിഞ്ഞു പോകും. അതാണ് ഗ്യാസിൻ്റെ ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കാൻ പറഞ്ഞത്. ഇനി ഇത് ഒന്ന് നല്ലോണം തിളച്ച് വരട്ടെ. അപ്പോൾ നല്ലോണം ഒന്ന് തിളച്ചുണ്ട് കേട്ടോ. തക്കാളിയൊക്കെ നല്ല വാടിയുണ്ട്. ഇനി അതിലേക്ക് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം. അത് ഞാൻ കുറച്ചേ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ. പിന്നെ നോക്കിയിട്ട് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. വെള്ളമൊക്കെ നിങ്ങൾ ആവശ്യത്തിനനുസരിച്ച് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഞാനൊരു 2 സ്പൂൺ ഉപ്പാട്ടോ ഇട്ട് കൊടുക്കുന്ന. ഇനി ഇത് നല്ലോണം തിളച്ച് വരട്ടെ. എന്നിട്ട് നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം തിളച്ചതിന് ശേഷം. അപ്പോൾ ഇത് നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലൊന്ന് ഉപ്പുണ്ടോ നോക്കാം. ഉപ്പും പുളിയൊക്കെ ഉണ്ടോ നോക്കാം. എല്ലാം ഉണ്ട് കേട്ടോ. ഉപ്പും പുളിയൊക്കെ ഉണ്ട്. ഇനി ഇതിലേക്ക് മീൻ ഇട്ട് കൊടുക്കാം.
ഇളക്കി കൊടുക്കാം കേട്ടോ. ഇട്ട് കഴിഞ്ഞിട്ട് ഇനി നല്ലോണം തിളച്ച് വേവട്ടെ. നമുക്ക് അടച്ചു വെച്ച് കൊടുക്കാം കേട്ടോ. ഒന്നും തുറന്ന് നോക്കാം കേട്ടോ. എന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് വെളിച്ചെണ്ണ വെച്ചാൽ ഈ കറി ഇനി തണിയുന്നതിനനുസരിച്ച് കുറുകി വരും കേട്ടോ. ഇനി അതിലേക്ക് നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ടു. ഇനി ഗ്യാസ് ഓഫ് ചെയ്യാം കേട്ടോ. ഇത് കപ്പൻ്റെ കൂടെ കഴിക്കാൻ നല്ല രസമായിരിക്കും കേട്ടോ. കപ്പയും തലക്കറിയും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ കപ്പ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കപ്പയിലേക്ക് കുറച്ച് തലക്കറി എടുക്കാം. അപ്പോൾ നമുക്ക് കപ്പയും തലക്കറിയും കഴിക്കാം. അപ്പോൾ അതാട്ടോ കപ്പയും തലക്കറി റെഡി ആയിട്ടുണ്ട്. അപ്പം നിങ്ങളെല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം, കഴിച്ചു നോക്കണം. എന്നിട്ട് കമൻറ്റ് ബോക്സിൽ വന്ന് പറയണം കേട്ടോ ഇതെങ്ങനെ ഉണ്ട് എന്നുള്ളത്. പിന്നെ നമ്മളെ വീഡിയോ കാണുന്ന എല്ലാവരും നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ.